ഈ വരാൻ പോകുന്നതിന് ഭീകരമായ കണക്കുകളാണ് പുറത്തു വരാൻ പോകുന്നത്. 15 കോടിയുടെ ഡീല് എന്ന് പറയുന്നത് 15 കോടിയൊന്നും ഒന്നുമല്ല 15 കോടി. ഇപ്പൊ ലെക്സസ് കാറുള്ള ഈ നേതാവ് എവിടെയാ? അവന് ഒരു ലെക്സസ് കാർ എടുക്കേണ്ട പൈസ എന്താ? BJP ഡീൽ ഇപ്പോ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണത്. ആദ്യം ഞാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു? ഞാൻ കള്ളനാണ്. BJP സ്ഥാനാർത്ഥികളെ പോലും കാശ് കൊടുത്ത് വാങ്ങി എന്നുള്ളത് സിനിമാ മേഖലയിലേക്ക് പോലും ചർച്ചയായി കഴിഞ്ഞു. ഇപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ BJP ഡീലിനെ പറ്റി താങ്കൾ പറയുന്നുണ്ട്, RCയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. BJP ഡീൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണത്. ആദ്യം ഞാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു? ഞാൻ കള്ളനാണ്. BJP സ്ഥാനാർത്ഥികളെ പോലും കാശ് കൊടുത്ത് വാങ്ങി എന്നുള്ളത് സിനിമാ മേഖലയിലേക്ക് പോലും ചർച്ചയായി കഴിഞ്ഞു. ഈ BJP ഞാൻ പറയില്ല, അതുകൊണ്ടാണ് ബിസിനസ് ജനതാ പാർട്ടി എന്ന് ഞാൻ പറഞ്ഞതിനെ. പിന്നെ കുറെ ബ്രോക്കേഴ്സ് ജനതാ പാർട്ടിക്കാരുണ്ട്. ഇവന്മാരെല്ലാരും കൂടെ ചേർന്ന് ഈ പാർട്ടീനെ, ഈ ബാസ്റ്റേഴ്സ് ജനതാ പാർട്ടിക്കാര് ഇതിനെ ഭസ്മാസുരാസ് ജനതാ പാർട്ടി ആക്കുമെന്ന് ഞാൻ നിതിൻ ഗഡ്കരിയുടെ അടുത്ത് തന്നെ നേരിട്ട് പറഞ്ഞു. പുള്ളി എണീറ്റ് കൈയടിച്ചിരിക്കണേ. അത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കണേ. തങ്ങളുടെ 3 അലിഗേഷൻസ് ഒക്കെ കൂടി കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഈ 2 അക്ഷരക്കാരനായ മുളകിന്റെ പേരുള്ള ഹോട്ടൽ ഉടമയും ഇപ്പുറത്ത് BJPയുടെ ഡീലും ഇപ്പുറത്ത് അമ്മയിൽ നിന്നും കാശ് കൊടുത്ത് സ്ഥാനാർത്ഥികളെ വാങ്ങുന്നതൊക്കെ കൂടി വരുമ്പോൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണം ശരിയാണെന്നാണോ പറയുന്നത്? അത് 100% ശരിയല്ലേ? ഈ വരാൻ പോകുന്നതിന് ഭീകരമായ കണക്കുകളാണ് പുറത്തു വരാൻ പോകുന്നത്. 15 കോടിയുടെ ഡീല് എന്ന് പറയുന്നത് 15 കോടിയൊന്നും ഒന്നുമല്ല 15 കോടി. ഇപ്പൊ ലെക്സസ് കാറുള്ള ഈ നേതാവ് എവിടെയാ? അവന് ഒരു ലെക്സസ് കാർ എടുക്കേണ്ട പൈസ എന്താ? സുരേഷിന്റെ കേസ് ഞാൻ പറഞ്ഞു. ആ സുരേഷ് മറ്റേ അനിൽ, നമ്മുടെ കൗൺസിലർ, അദ്ദേഹത്തിന്റെ ബാങ്കുമായി ബന്ധപ്പെട്ട മരണവും പ്രശ്നവും വന്ന സമയത്ത് അദ്ദേഹത്തെ ഇവരാരും ഈ നാറികൾ സഹായിച്ചില്ല. ആ കേസ് അവിടെ ആ പൈസ 48 ലക്ഷം രൂപ കൊണ്ട് അത് തിരിച്ചടയ്ക്കുമെന്ന് പറഞ്ഞ് ഇവർ നിന്നു. ഞാൻ പറഞ്ഞു ഇലക്ഷൻ കഴിയുമ്പോൾ ആ പൈസ കിട്ടും, ഇവരടയ്ക്കും. 150 ഏക്കർ ഒരു നേതാവ് ഈ ഇലക്ഷനിൽ നിന്ന ഒരാളുടെ പേരിൽ 150 ഏക്കർ സ്ഥലം വാങ്ങിയതായിട്ട് ഇപ്പൊ ഇന്നലെ രാത്രി എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു. 50 ഏക്കർ. കാരണം ഈ പാർട്ടി എന്നിട്ട് കാര്യമില്ല, കിട്ടണയൊക്കെ വാങ്ങിക്കട്ടെ എന്ന്. ഇപ്പൊ എനിക്കറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്നാണ് ആദ്യം വിളിച്ചു പറഞ്ഞ്. ഞാൻ പറഞ്ഞ തെളിവ് തരൂ, ഹിയർസേ വെച്ച് പറയാനൊന്നും പറ്റില്ല. അപ്പൊ എൻ്റെ അടുത്ത് അവർ തിരിച്ചു വന്നു. ഇത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ റവന്യൂ വിഭാഗവും ഇന്റലിജൻസും പോലീസും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ BJPക്ക് എന്തും ചെയ്യാം. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പെണ്ണിനെയും ബലാത്സംഗം ചെയ്യാം, പീഡിപ്പിക്കാം, കൊല്ലാം, രാജ്യദ്രോഹം നടത്താം, ഏത് തെണ്ടികളെയും വേണമെങ്കിൽ എന്തും ചെയ്യാം, എന്ത് പണിയും ചെയ്യാം. കയ്യിൽ പൈസ ഉണ്ടോ എല്ലാ കേസും നമ്മൾ സെറ്റ് ചെയ്ത് തരുമെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഞരമ്പ് രോഗികൾ, എത്ര സ്ത്രീകളുടെ ഇല്ലേ ലൈഫിനെയാണ് ഇവന്മാരിട്ട് കളിപ്പിക്കുന്നത്. പെർവേർട്ടഡ് ആയിട്ടുള്ള കുറെ ബാസ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഇതിനകത്ത് RSSന് പങ്കൊന്നുമില്ല, പക്ഷെ തേറി വിളി അത്രയും കേൾക്കുന്ന RSS ആണ്. RSSന്റെ ഭാഗമായിട്ടുള്ള RSS നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇതുണ്ട്. അതായത് RSSന്റെ ഒരു പ്രതിനിധിയെ പോലും ഇപ്രാവശ്യം വെച്ചിട്ടില്ല. ആ റോളും കൂടെ സുരേഷിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇത് സംഘത്തിന്റെ ഭാഗത്തുള്ള ഒരാൾ ഇവിടെ ഇല്ല, മോണിറ്റർ ചെയ്യാൻ ആളില്ല. അതാണ് ഞാൻ പറയുന്നത്. RSSന്റെ പേര് പറഞ്ഞ് ഇതിനകത്തൊക്കെ നുഴഞ്ഞു കയറി, RSSന്റെ പേര് പറഞ്ഞ് പെണ്ണുപിടി, RSSന്റെ പേര് പറഞ്ഞ് പണപ്പിരിവ്, RSSന്റെ പേര് പറഞ്ഞ് ഡീല് നടത്തുക, എല്ലാ സംഘത്തിന്റെ പേര്. സംഘത്തിന് 1 രൂപ കിട്ടുന്നില്ല, ആരും കൊടുക്കൂല. വീടാന്തരം ചെരുപ്പ് പോലും ഇല്ലാതെ നടക്കുന്ന പ്രചാരകന്മാരുടെ കൂട്ടത്തിൽ ഞാനും അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ സംഘത്തിന് അകത്തുള്ള ആളല്ല, ഞാൻ പുറത്തു നിന്ന് ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ RSSനെ വെച്ചിട്ട് ഇവന്മാരിങ്ങനെ ഇതാക്കണി. ഇനി RSS എന്ന് പറഞ്ഞ പഴയ സ്വയംസേവകന്മാരെ കൈവയ്ക്കും. ആദ്യം ഇവന്മാർ തന്തയില്ലാത്തവന്മാരാണെന്നും തന്തയില്ലായ്മയാണ് കാണിക്കുന്നതെന്നും ജനം ബോധ്യപ്പെടണം. ഇവിടുത്തെ സനാതനികൾ ഇവന്മാരെ കൈവയ്ക്കും. എവിടെയാണ് ഇവന്മാർ മോഷണം നടത്താത്തത്? ഇവന്മാരെ എവിടെ കൊണ്ടുപോയി? ഇവർക്ക് ആകെ അറിയുന്ന തട്ടിപ്പ് വെട്ടിപ്പ് മോഷണമല്ലേ. അപ്പൊ ഈ പറയുന്ന ഇവനാരാ? ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഈ അങ്കിൾ പെണ്ണാരാ? ആക്ച്വലി അവൻ എന്താ സ്വയംസേവനായിരുന്നു? അവൻ ഈസ് എ ബിസിനസ് മാൻ. സ്വന്തം അമ്മായിയപ്പനെ പോലും പറ്റിയപ്പോ എല്ലാവരും വന്നപ്പോൾ കുറെ കിഴങ്ങന്മാർ അവിടെ നിന്നിട്ട് ചോദിച്ചാണ്, അയ്യോ ഇത്രയും പൈസ ഉള്ളതുകൊണ്ട് പിന്നെ പൈസയ്ക്ക് ആവശ്യമില്ല. പൈസ ഉള്ളവനാണ് കൂടുതൽ പൈസയുടെ ആർത്തിയുള്ളത്. അവനാണ് വീണ്ടും അത്യാഗ്രഹം നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാം, ഇവന്റെ സത്യസന്ധനായ പൈസയ്ക്കൊന്നും വേണ്ടാത്ത ഒരു താല്പര്യം ഇല്ലാത്തവനാണ് ഇവന്റെ സ്വത്തല്ല സേവഭാരതിക്ക് എഴുതി വെക്കട്ടെ. അമ്മായിയപ്പനെ പറ്റിച്ചുണ്ടാക്കിയ പൈസയല്ലേ BPLനെ അല്ലേ? ഇവൻ സത്യസന്ധനായിട്ടുള്ള ഒരാളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എങ്കിൽ ഈ കോന്തൻ എല്ലായിടത്തും സേവഭാരതിക്ക് എഴുതി വെക്കട്ടെ. ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങളുണ്ട്. 70% ഇന്ത്യൻസിന് പട്ടിണിയിലാണ്. ഇവിടെ അനാഥരായിട്ടുള്ള കുട്ടികളുണ്ട്, മക്കള്. അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് പോലും തുടങ്ങാൻ പറ്റില്ല, അറിയോ?
അവർക്ക് വേണ്ടി ക്രിപ്റ്റോ ആയിട്ട് ഇയാൾ കൊടുക്കട്ടെ. ഇവിടെ വിദ്യാഭ്യാസ വായ്പ എടുത്ത് പഠിച്ചിട്ട് പൈസ ഇല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്. അവർക്ക് അവരുടെ ഇതിൽ ഇയാള് ചെയ്യട്ടെ. പറ്റുമോ ഇയാളെ കൊണ്ട്? ഇനി ഒന്നും വേണ്ട. NMCയിൽ പാവപ്പെട്ട കുട്ടികൾ ഇത് NMCയുടെ ഇതുണ്ട്, റൂൾ പ്രകാരം സ്റ്റൈഫൻഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ ആൾക്കാരെല്ലാരും കൊടുത്തിട്ട് ഒരു കമാന്നൊരു അക്ഷരകുമാരും വേണ്ടിയിട്ടില്ലല്ലോ. നരേന്ദ്രമോദിജിയും നദ്ദാജിയും സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റ് ആണത്. കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് 25,000 വരെ ഈ MBBS കഴിഞ്ഞ പിള്ളേർക്കും BDGS കഴിഞ്ഞും BAMS കഴിഞ്ഞവർക്ക് അവരുടെ ഇതിനനുസരിച്ച് കൊടുക്കാൻ ഈ മാനേജ്മെന്റ് കൊടുക്കുന്നില്ലല്ലോ. ഞാൻ അതിനുവേണ്ടി കഴിഞ്ഞ പത്രസമ്മേളനം നടത്തിയത് അതുകൊണ്ടാണ്. അതിനുശേഷം എന്താ, ഇവിടെ ഒരു നിയമസഭയിൽ വരെ ചർച്ച വന്നു. ഇവർ സ്റ്റേ വരെ മേടിച്ചു നമ്മുടെ പ്രസ് മീറ്റിന് ശേഷം. ഞാനിവിടെ വാദിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരുടെ വിഷയത്തിലാണ്. എനിക്കിവിടെ ഒരുത്തൻ്റെ ഒരു പോസ്റ്റും വേണ്ട, ഒരു അംഗീകാരം എനിക്ക് തരണ്ട. ബിക്കോസ് ഞാൻ PP മൂന്നേട്ടം പറഞ്ഞ പോലെ വി ലെഫ്റ്റ് ഹോം നോട്ട് ഫോർ എനി പോസ്റ്റ് ബട്ട് ഫോർ എ കോസ് എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇവിടെ വീണ്ടും ഞാൻ പറയുന്നു, രാജീവ് ചന്ദ്രശേഖർ, if he has strong balls, let him retaliate. അവന് പറ്റുമെങ്കിൽ അവൻ ഇത് NMCയുടെ കേസ്, കേന്ദ്രത്തിന്റെ കേസിൽ അവൻ എന്തുണ്ടാക്കാൻ MLA ആയിരിക്കുന്ന അവൻ പറഞ്ഞ വേറൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ഇത് ആഭ്യന്തര പ്രശ്നമാണ്. ഇവൻ ആഭ്യന്തര ജസ്റ്റ് ഒരു പാർട്ടി പ്രസിഡന്റ് ആണെങ്കിൽ ഓക്കെ, ആഭ്യന്തര പ്രശ്നമാണ്, നമ്മളുടെ ഇതാണ്. MLA കൂടിയാ ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കാനും അനീതികളെ ചൂണ്ടിക്കാണിക്കാനും നീതി നടപ്പാക്കാനും വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം. ഞാൻ അതുകൊണ്ട് ആ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ജനപ്രതിനിധിയാണ് അയാൾ. മാത്രമല്ല ഇയാൾ പറയുന്നത് BJPയുടെ ഫണ്ടാണ്. BJPക്ക് ഇവന്റെ അമ്മായിയപ്പൻ കൊടുത്ത ഫണ്ടാണോ, അല്ല ഇവന്റെ അപ്പൂപ്പൻ കൊടുത്ത ഫണ്ടാണോ? ഈ പൊന്തന്മാടക്ക് എന്തെങ്കിലും ബോധമുണ്ടോ എന്താണ് BJP എന്ന്? ജനങ്ങളുടെ ഫണ്ടാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിൽ കൊടുക്കുന്ന പോലെ ഒരു കാണിക്ക BJPയിലെടുത്ത ഹിന്ദുക്കൾ ഇടുന്ന ഫണ്ടാണ്. നമ്മളടക്കമുള്ള ആൾക്കാർ, നമ്മുടെ കൂടെയുള്ള ബിസിനസ്സുകാർ കൊടുക്കുന്ന ഫണ്ടാണ്. ജനനികുതി പിരിച്ചുണ്ടാക്കുന്ന ഫണ്ടാണ്. അതിനെ ഇലക്ഷന്റെ ഫണ്ടായിട്ട് ഇവിടെ കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്തുമ്പോൾ ജനങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലേ? ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ മണ്ടയ്ക്ക് കയറണം എന്തിനാവന്മാര്? അല്ലെങ്കിൽ ഇവന്റെ ഫണ്ടാണോ, ഇവന്റെ പേഴ്സണൽ ഇതാണോ? അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി ഇതൊന്നും ചോദിക്കാൻ ആരും ഇവിടെ വന്നിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. ചോദിക്കണമെങ്കിൽ ആ ചോദിക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ എനർജി ഉണ്ടായിരിക്കണം. സ്ഥാനഭയം, അയ്യോ എന്റെ സ്ഥാനം പോവും, മരണഭയം, എന്നെ എന്തെങ്കിലും കൊന്നുകളയോ, അയ്യോ എന്നെ പിടിച്ച് അകത്തിടുവോ, എന്നെ ഇതാക്കുവോ, എന്നെ ദ്രോഹിക്കുവോ. ഇവന്മാര് ദ്രോഹിക്കണമെങ്കിൽ ഇവന്മാര് പണി കൊടുക്കാനുള്ള ഒരു സാധനം കൂടെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഒരു 10-15 വർഷത്തേക്ക് ഞാനിവിടെ ഇല്ലായിരുന്നു. ഇവന്മാരൊക്കെ എങ്ങനെ അടിക്കും, എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു, ഇവന്മാർ ഒരു സ്റ്റെപ്പ് അടിക്കുമ്പോൾ ഇവന്മാരുടെ എല്ലാ മർമ്മങ്ങളും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പൊ എന്നെ വിട്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ആ ശക്തിക്ക് അറിയാം. എൻ്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇവന്മാരെ ഒന്നും ബാക്കി വെക്കരുത്, എല്ലാവരെയും നിയമത്തിന്റെ മുന്നിലും ജനകീയ കോടതിയുടെ മുന്നിലും എക്സ്പോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവനെയൊക്കെ ഈ പറയുന്ന കള്ളന്മാരെയൊക്കെ ഇല്ലാണ്ടാക്കണമെങ്കിൽ, വെള്ളാപ്പള്ളി അടക്കം ഇവന്മാരെയൊക്കെ ഇല്ലാണ്ടാക്കണമെങ്കിൽ നമുക്കൊരു 48 മണിക്കൂർ മതി. പക്ഷെ അത് പേഴ്സണൽ റിവെഞ്ച് ആയിട്ട് പോവും. അതെനിക്ക് താല്പര്യമില്ല. ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ രക്തസാക്ഷിയാവും. ബിഫോർ ദാറ്റ് അവരെ എക്സ്പോസ് ചെയ്യണം. പിന്നെ പട്ടിക്ക് പോലും വേണ്ടാത്ത പത്മ തിരിച്ചെടുക്കും കൂടെ വേണ്ടേ? തിരിച്ചെടുക്കണം, അത് എടുക്കണമല്ലോ. അത് ഇവിടെ അല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഒരു കള്ള വക്കീല് ഗോപാലേട്ടൻ്റെ കൂടെയൊക്കെ വന്ന് കൂടിയിട്ട് ഇത് പറഞ്ഞ പോലെ ഇവിടെ ഹൈക്കോടതി കൊണ്ടുകൊടുത്തിട്ട് എന്ത് കാര്യമാണ്? അത് കൊടുക്കേണ്ട സുപ്രീം കോടതിയിലാണ്. അത് നമ്മളിപ്പോൾ ഫയൽ ചെയ്യും. നമ്മൾ അങ്ങോട്ട് തന്നെ പോവുക. അതായിരിക്കട്ടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാം ഒന്ന് ഇപ്പൊ ഇവിടെ SP-ക്ക് കൊടുത്തു. പോലീസ് നല്ല രീതിയിൽ ആക്ഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ പോലീസിനെ നേരത്തെ അങ്ങ് പറഞ്ഞല്ലോ, രമേശ് ചെന്നിത്തല ഭയം കൊണ്ടോ അല്ലെങ്കിൽ വേറെ താല്പര്യം കൊണ്ടോ എന്ന് ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ വെള്ളാപ്പള്ളി ഉടനകത്താവും. വെള്ളാപ്പള്ളി അകത്താവാതിരിക്കുന്നിടത്തോളം കാലം രമേശ് ചെന്നിത്തല ജനങ്ങളിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. അതും വേറെ കാര്യമാണ്. ഫിയർ ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ കിടക്കുകയാണല്ലോ. ഫിയർ ഫാക്ടർ, അങ്ങനെ ഫിയർ ആയിട്ടുള്ള ഒരാളെ ജനം നേതാവാക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കും. പക്ഷെ ഇത് പോസ്റ്റൊക്കെ വെറും ടെമ്പററി ആണെന്നേ. ഇത് കഴിഞ്ഞ പിണറായി വിജയൻ തന്നെ എത്രയും മാസമായിട്ട് കാണിച്ച പിണറായി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പ്രസവ വാർഡിൽ പ്രസവം നിർത്തി കിടക്കുന്ന ഒരു സ്ത്രീയെ പോലെ ഇവിടെ കിടക്കുന്നില്ല. പ്രതികരിക്കാൻ പറ്റുന്നുണ്ടോ? എവിടെ പോയി പിണറായി? ഏതാനും മാസം മുമ്പ് വരെ പിണറായി എന്തായിരുന്നു? അതുപോലെ പിണറായി തന്നെ തോറ്റതിന്റെ കാര്യം എന്താ? ഈ വെള്ളാപ്പള്ളി നടേശനെ ചെന്ന് കൈ കൊടുത്തോണ്ടാണ്. പിണറായി മാൻഡ്രേക്ക് ആണെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. പിണറായിയുടെ ഇത് മാൻഡ്രേക്കിന്റെ ഒക്കെ അങ്ങ് പ്രോ വേർഷൻ ആണ്. മാത്രമല്ല
മോദിജിക്ക് തന്നെ കൊണ്ടൊരു പ്രതിമ, കറുത്ത പ്രതിമ തന്നെയാണ് കൊണ്ടുകൊടുത്തത്. അത് കംപ്ലീറ്റ് ബ്ലാക്ക് മാജിക് ചെയ്ത് കൂടോത്രം സ്റ്റഫ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതെടുത്ത് ഇന്ത്യൻ നേവിയിലെ കൊടുത്ത് ഇന്ത്യൻ അതിർത്തി കഴിഞ്ഞിട്ടുള്ള വല്ല കടലിലും കൊണ്ട് കളയാൻ പറഞ്ഞു. പൊട്ടിച്ച് കളയട്ടെ, ഇല്ലെങ്കിൽ അത് ഇരിക്കുന്നിടത്തോളം കാലം മോദിക്ക് പണിയായിരിക്കും. കാരണം മോദിയുടെ സൂക്ഷ്മ ശരീരത്തെ സ്തംഭിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണത്. അത് കാണുമ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നും, പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേറ്റീവ് സാധനങ്ങളുണ്ട്, ഈ ബയോ നീഡിൽസ് പോലുള്ള സാധനങ്ങൾ. അത് വെറുതെ വെച്ചിരുന്നാൽ തന്നെ നമ്മുടെ സെൽസ് എല്ലാം തന്നെ ഡാമേജ് ആവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം എനിക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം മന്ത്രത്തിൽ നിന്ന് വരെ മിസൈൽ ഡെവലപ്പ് ചെയ്യുന്ന റിസർച്ചിന്റെ ഭാഗമായിരിക്കുമ്പോഴാണ് അബ്ദുൽ കലാം സാറ് രാജ്യം വിടുന്നത്, ലോകം വിടുന്നത്. അപ്പം നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇനി എന്തായിരുന്നാലും ഈ കൂടുതൽ ഇവിടെ ഇരുന്നാൽ നമ്മൾ 24 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ടാവും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം.